ശിവൻകുട്ടി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി തത്സമയം. മുന്നോടിയായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കിയ സർക്കുലറിൽ നടന്ന പ്രവർത്തനങ്ങൾ യോഗം വിശകലനം ചെയ്യും. ആ സർക്കുലർ എന്ന് പറയുന്നത് ഏതാണ്ട് 40ഓളം വരുന്ന പോയിന്റുകൾ പറഞ്ഞുകൊണ്ടുള്ള സർക്കുലറാണ് ഇറക്കിയിട്ടുള്ളത്. ആ സർക്കുലർ തന്നെ ഒരു പ്രത്യേകത, ഈ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പറയുന്നത് ഒന്ന്, വൈദ്യുതി ലൈനുകൾ നമ്മുടെ ഒരു കാരണവശാലും കെട്ടിടത്തിൻ്റെ മുകളിൽ കൂടെ പോകാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ അതിൻ്റെ സമീപ പ്രദേശത്ത് കൊണ്ടുപോകാൻ വേണ്ടി പാടില്ല. അതുപോലെ സ്റ്റേ നമ്മുടെ പോസ്റ്റിൽ നിന്ന് സ്റ്റേ കിട്ടുന്ന ലൈൻ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വേണ്ട രൂപത്തിൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും കൈകാര്യം ചെയ്തു എന്നതിനെ സംബന്ധിച്ചിടത്തോളം സംശയമുണ്ട്. ഇപ്പോൾ കൊല്ലത്ത് നടന്ന സംഭവത്തിൽ അന്ന് AE അവിടെ ഇല്ലായിരുന്നു. അന്ന് AEയുടെ ചുമതല ഉണ്ടായിരുന്ന AED ഉദ്യോഗസ്ഥന്മാരെയും വിശദീകരണം ചോദിച്ചിട്ടുണ്ട് നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി. HMനെ മാത്രം ബലിയാടാക്കി എന്നുള്ള നിലയിൽ ചില പത്രവാർത്തകൾ വന്നിട്ടുണ്ട്. അത് ശരിയല്ല. AEക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മാനേജ്മെൻറ്റിന് 3 ദിവസത്തിനകം മറുപടി നൽകുന്നതിന് വേണ്ടിയുള്ള നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ കുടുംബത്തെ സഹായിക്കണമെന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെയും വകുപ്പിൻ്റെയും നിർദ്ദേശം ഏറെക്കുറെ മാനേജ്മെൻറ്റ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. 10 ലക്ഷം രൂപ അവർ കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ആ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ടാൽ ഇതൊന്നും ഒരു സഹായമല്ല. അതുകൊണ്ട് മാനേജ്മെൻറ്റ് ഒന്നുകൂടെ ആലോചിക്കേണ്ടത്, ആ സ്കൂളിൽ ആ കുട്ടിയുടെ മകൻ്റെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കും ഒരാൾക്കോ ഒരു ജോലിയും കൂടെ കൊടുത്താൽ അവർക്ക് ഒരു വരുമാനമായി മാറും. ആ വീട് എന്ന് കണ്ടാൽ വളരെ ദയനീയമാണ്. നമ്മുടെ ഉണ്ടല്ലോ, ബോർഡൊക്കെ വെച്ചിട്ട് നമ്മുടെ പരസ്യത്തിന് വേണ്ടി എഴുതി വയ്ക്കുന്ന ഫ്ലെക്സ് ബോർഡ്, ആ ബോർഡ് വെച്ച് മറച്ചൊക്കെയാണ് ആ വീടിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പം എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ വകയായി ഒരു 20 ലക്ഷത്തിന് താഴെയുള്ള ഒരു നല്ല വീട് വെച്ച് കൊടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാനിന്നലെ അവരുടെ മോർച്ചറിയിൽ ഞാൻ പോയിരുന്നു. വളരെ ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചയാണ്. അത് കഴിഞ്ഞ ശേഷം അവരുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു. ചില രാഷ്ട്രീയ പാർട്ടികളും ചില സംഘടനകളും ഒക്കെ അവിടെ വരുന്ന പൊതുപ്രവർത്തകരെ തടയുമെന്നും കരിക്കൊടി കാണിക്കുമെന്നൊക്കെയുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ട് പോലും ആ സ്കൂളിലും ഞങ്ങൾ പോയി. അവർ കരിക്കൊടിയൊക്കെ കാണിച്ച് വാഹനത്തൊക്കെ തടയുന്നതിനുവേണ്ടി തയ്യാറായി. ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ കരിക്കൊടി കാണിച്ച് തടയുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് എന്ത് രാഷ്ട്രീയ നിലപാടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ജൂലൈ മാസം 25 മുതൽ 31 വരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ സ്കൂളുകളിൽ നേരിട്ട് പരിശോധന നടത്തണം. നേരിട്ട് പോകണം. ജൂലൈ മാസം 25 മുതൽ 31 വരെയുള്ള തീയതിക്കുള്ളിൽ. ഇത് പരിശോധന നടത്തുന്നോ ഇല്ലയോ എന്നുള്ളവരും നിരീക്ഷിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിലെ വിജിലൻസ് ടീമിനെ ചുമതലപ്പെടുത്തുന്നു.